മീൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലി കളയുക. അതിനുശേഷം അതിൻ്റെ തല കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നന്നായി വെള്ളത്തിൽ നന്നായി കഴുകുക. എന്നിട്ട് അരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് അതിനെ മാറ്റി വയ്ക്കുക. കാരണം വെള്ളം പോവാൻ വേണ്ടിയിട്ട്, മീനിൽ വാർന്നു പോകാൻ വേണ്ടിയിട്ട്. നന്നായി വെള്ളം വാർന്നു പോയതിന് ശേഷം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നന്നായി വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രമേ വറുക്കാൻ വേണ്ടിയിട്ട്. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടായ മീനിടുക. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, വറ്റൽമുളക് അരിഞ്ഞ് വെച്ചത്, വേപ്പില ആവശ്യത്തിന് എല്ലാം കൂടെ ചേർക്കാം. നന്നായി ചേരുവകളൊക്കെ മിക്സാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായി മുരിയണം. ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാം. നന്നായി മുരിഞ്ഞ് വരുന്നത് ഇതേപോലെ നന്നായി മുരിഞ്ഞതിന് ശേഷം കോരിയെടുക്കാം. ആദ്യം കുറച്ച് മീനിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അധികം മീനിട്ട് കഴിഞ്ഞാൽ മുരിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. നെറ്റ് പോലത്തെ ഇതിൽ കോഴി വയ്ക്കുക, എണ്ണ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. മീനിൻ്റെ എണ്ണ ഓർമ്മ കിട്ടാൻ വേണ്ടി. ചട്ടിനി കൈ വെച്ച് വാഴ വെച്ച് വെള്ളം കൂട്ടാൻ വേണ്ടി വെച്ചിട്ട് അടുത്തത് മാന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓർഡർ കിട്ടിയ കാരണം ഓർഡറിനനുസരിച്ച് പാക്ക് ചെയ്യാം. ഓക്കെ, പാക്കിംഗ് വിഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.